ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വെളുത്തുള്ളിയുടെ തൊലി നമ്മളെപ്പോഴും കളയാറാണ് പതിവ്. അപ്പോൾ ഇനി ആരും വെളുത്തുള്ളിയുടെ തൊലി കളയരുത് കേട്ടോ. കാരണം വെളുത്തുള്ളിയുടെ തൊലി നമുക്ക് അത്രയ്ക്ക് സഹായകരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ യുവത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആ ഒരു ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായകരമാണ് ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലി കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ തലയിലെ താരൻ, മുടി കൊഴിച്ചിലൊക്കെ മാറ്റാൻ നമുക്ക് ഈ വെളുത്തുള്ളി അരച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം അത്രയ്ക്ക് എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അരച്ചെടുക്കുവാണെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ വെളുത്തുള്ളി അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ആരും വെളുത്തുള്ളിയുടെ തൊലി കളയരുത്, അത് അരച്ച് ചേർത്ത് ഉപയോഗിക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ഈ വെളുത്തുള്ളിയുടെ തൊലി ചേർത്ത് അരച്ച് ഉപയോഗിക്കുന്നത് മൂലം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതുപോലെ സോക്ക് ചെയ്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെക്കുന്ന സമയത്ത് കൂടി നിങ്ങൾ ഇതുപോലെ അരച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഫൈനായിട്ട് തന്നെ ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രം സോക്ക് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിക്ക്. ഇനി ആരും കളയരുത് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ രാവിലെയൊക്കെ എണീറ്റ് നമുക്ക് എപ്പോഴും രാവിലെ എണീറ്റ് തേങ്ങ ചിരവി കൊണ്ടിരിക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങ ചിരവി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്റ്റീമറിൽ വെച്ച് നന്നായിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ തേങ്ങ. അപ്പോൾ ഞാനത് തേങ്ങയൊക്കെ നന്നായിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. വെറും 10 മിനിറ്റ് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നത് മൂലം അതിൻ്റെ ടേസ്റ്റിലോ മറ്റു കാര്യത്തിലോ ഒരു വ്യത്യാസവും വരുന്നില്ല. തേങ്ങ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ നമുക്ക് ഈ തേങ്ങയുടെ പുറം ഭാഗം നമുക്ക് വേഗം എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ തേങ്ങയുടെ പുറത്തുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, തേങ്ങയുടെ ഓട് നമുക്ക് വേഗത്തിൽ തന്നെ തേങ്ങയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ നമുക്ക് തേങ്ങ ഒരുപാട് കാലം ഒരുപാട് ദിവസം നമുക്ക് സ്വരൂപിച്ച് വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിതുപോലെ വേവിച്ച് തേങ്ങ ഇതേപോലെ എടുക്കുവാണെങ്കിൽ വേഗത്തിൽ തന്നെ ആ ഓടിൽ നിന്നും തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ഇതുപോലെ എടുക്കാൻ പറ്റും. നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ, ലീവ് ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു ഞായറാഴ്ച സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ നമ്മൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ഒരു വീക്ക് ഫുള്ളും നമുക്ക്, ആ ഒരു ആഴ്ച ഫുള്ളും നമുക്ക് രാവിലെ എണീറ്റ് തേങ്ങ ഉപയോഗിക്കാനും എല്ലാത്തിനും നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കത്തി കൊണ്ട് നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആവി കയറ്റുമ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തേങ്ങ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വേവിച്ചെടുത്ത തേങ്ങ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരാഴ്ച വരയ്ക്കും തന്നെ നമുക്ക് നല്ല അടപ്പുള്ള പാത്രത്തിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒരാഴ്ച വരെയും കേടുകൂടാതെ ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെങ്കിലും പിള്ളേരെ ഒക്കെ സ്കൂളിലേക്കൊക്കെ അയക്കാനും രാവിലെ ആ ഒരു സമയത്ത് എല്ലാം കൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ തേങ്ങയൊക്കെ ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരയ്ക്കുമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ തേങ്ങയെ കൊണ്ടുള്ള എല്ലാ ആവശ്യങ്ങളും വളരെ ഈസി ആയിട്ട് രാവിലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എല്ലാത്തിനും നമുക്ക് തേങ്ങ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് നമ്മൾ മലയാളികൾക്ക്. അപ്പോൾ ഇതൊരു നല്ല ടിപ്പായിരിക്കും, എല്ലാവർക്കും ഒരുപാട് പ്രയോജനകരമാകും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങയൊക്കെ ഞാൻ ഇതുപോലെ ഒരു ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒന്നും സഹായം കൂടാതെ തന്നെ നമുക്ക് വെളിയിൽ തന്നെ വെച്ച് ഒരാഴ്ചയ്ക്ക് മേലെ തന്നെ നമുക്കൊന്നും കേടുകൂടാതെ നമുക്ക് ഈ തേങ്ങ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തേങ്ങ ആവി കയറ്റിയിട്ട് നമുക്കിതുപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്പൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ പ്രയോജനകരമായ ടിപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതുപോലെ ആവി കയറ്റി ചെറുതായി അരിഞ്ഞ തേങ്ങ നമുക്കിതുപോലെ ഒന്ന് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് പാലപ്പം അല്ലെങ്കിൽ ഉപ്പേരികൾ അല്ലെങ്കിൽ നമ്മൾ കോക്കനട്ട് റൈസ് അങ്ങനെ തേങ്ങ കൊണ്ട് പുട്ട് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് വെച്ച തേങ്ങ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്നും ഫ്രിഡ്ജിൻ്റെ സഹായം കൂടാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് നമ്മളിതുപോലെ ബ്ലെൻഡ് ചെയ്ത് ഇതുപോലെ ഒരു ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ സഹായമൊന്നും കൂടാതെ തന്നെ ഒരാഴ്ചയ്ക്ക് മേലെ തന്നെ നമുക്ക് ഫ്രിഡ്ജില്ലാതെ വെളിയിൽ തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് ടൈറ്റായിട്ട് നല്ല ടൈറ്റ് കണ്ടെയ്നർ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഒരാഴ്ച വரைക്കും കേടുകൂടാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും വളരെ പ്രയോജനകരമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിലൊക്കെ അയക്കുന്ന എല്ലാവർക്കും രാവിലെ വളരെ പ്രയോജനകരമാകും. ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനി നമുക്ക് മുട്ട വേവിക്കുമ്പോൾ എങ്ങനെ പൊട്ടിക്കാണ്ട് നമുക്ക് മുട്ട നന്നായിട്ട് ആ ഒരു ഇതിൽ തന്നെ വേവിച്ചെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എനിക്കും ഉള്ളൊരു പ്രശ്നമായിരുന്നു കേട്ടോ. എപ്പോൾ ഞാൻ മുട്ട വേവിച്ചാലും എനിക്കത് പൊട്ടിപ്പോവും. ഒരു മുട്ടയെങ്കിലും പൊട്ടാണ്ടിരിക്കില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നെയ്ബറിനോട് പറഞ്ഞപ്പോൾ നെയ്ബർ പറഞ്ഞു തന്നൊരു ടിപ്പാണ് കേട്ടോ ഇത്. മുട്ട വേവിക്കുന്ന സമയത്ത് കുറച്ച് റിഫൈൻഡ് ഓയിലും ഉപ്പും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര മുട്ട വേണമെങ്കിലും ഒരുമിച്ചിട്ട് വേവിച്ചാലും മുട്ട പൊട്ടില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. നല്ല ഒരു റിസൾട്ട് കിട്ടിയൊരു ടിപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മുട്ട വേവിക്കുമ്പോൾ ദാ നിങ്ങൾക്ക് കണ്ടാലറിയാം. ഒരു മുട്ട പോലും പൊട്ടിയിട്ടില്ല. ഞാൻ വേവിച്ച് കഴിഞ്ഞു മുട്ട. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു ടീസ്പൂൺ ഓയിലും അതുപോലെ തന്നെ ഇച്ചിരി ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മുട്ട വേവിച്ചെടുക്കുകയാണെങ്കിൽ പൊട്ടില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അരി കഴുകിയ വെള്ളം കൊണ്ടുള്ളതാണ് കേട്ടോ. നമ്മൾ അരി കഴുകുമ്പോൾ ആദ്യത്തെ ആ ഒരു വെള്ളം നമ്മൾ ഒഴിച്ച് കളയുക. രണ്ടാമത്തെ വെള്ളം നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ച് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. രണ്ടാമത് അരി കഴുകിയ ആ ഒരു വെള്ളത്തിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ അത്ര നല്ലതാണ് കേട്ടോ. ഒരുപാട് നല്ലതാണ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്കൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനി അരി കഴുകിയ വെള്ളം വെറുതെ കളയരുത്. അതുപോലെ തന്നെ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്കിതുപോലെ അരി കഴുകിയ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ എത്ര പേര് ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. അരി കഴുകിയ വെള്ളം അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പാല് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ മിക്ക സമയത്തും എത്ര തന്നെ നമ്മൾ നോക്കി കണ്ട് നിന്നാലും ആ പാല് തിളച്ചങ്ങ് പൊങ്ങി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിനകത്തും എല്ലാത്തും പാലൊക്കെ ആകും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പാല് തിളയ്ക്കാൻ വെക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു തവി ആ ഒരു പാല് തിളയ്ക്കാൻ വെച്ച പാത്രത്തിന് മുകളിലായിട്ടായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാല് പൊങ്ങി വരുന്ന ആ സമയത്ത് മുകളിലേക്ക് വന്ന് താഴേക്ക് പാല് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ തവി സഹായിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ആ പാല് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഒരു തവിയുടെ ആ ഒരു മുകളിലേക്ക് വരുമ്പോൾ പാല് തിളച്ച് പൊങ്ങി മുകളിലേക്ക് വരാണ്ട് അവിടെ തന്നെ അങ്ങ് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് വളരെ പ്രയോജനകരമായ ടിപ്പാണ് നമ്മൾക്കൊക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം അവിടെ തന്നെ നിൽക്കും, പാല് തിളച്ച് ആ തവിയുടെ മുകളിലേക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മഴക്കാലത്ത് കൊതുക് ശല്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു മാക്സിമം ആളുകൾ ഇതുപോലെ കൊതുക് തിരി കത്തിച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ എപ്പോഴും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതിൻ്റെ ഒരു സ്മോക്കിംഗ് എഫക്റ്റ് എല്ലാവർക്കും അത് ചേർന്നൊന്നും വരില്ല. ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു പുക സെറ്റാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലൊരു നമുക്ക് യൂസ് ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് വിനീഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് എവിടെ നിങ്ങൾക്ക് കൊതുകിൻ്റെ ശല്യം ഉണ്ടോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ നിറയെ പൂച്ചകളൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഹാളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഒക്കെ ഒരുപാട് പുകയൊക്കെ വരുമ്പോൾ നമുക്കത് അത്രയ്ക്ക് അങ്ങ് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വിനീഗർ ഇതിനകത്ത് ഒരു 10 മിനിറ്റ് നിങ്ങൾ വിനീഗർ ഡിപ്പ് ചെയ്ത് വെക്കുക. വിനീഗർ ഒഴിച്ച് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് മൂടി നന്നായിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ചെറിയ പാത്രങ്ങളിലേക്കായിട്ട് എവിടെയാണോ കൊതുകിൻ്റെ ശല്യം വല്ലാണ്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് റിസൾട്ടുള്ള ഒരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് വളരെ പ്രയോജനകരമാകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് കോമ്പ് കൊണ്ട് എങ്ങനെ നമുക്ക് മുക്കും മൂലയൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളത്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാത്ത ഇതുപോലുള്ള ചീർപ്പൊക്കെ കാണും, അതെടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ നല്ലൊരു ഷോക്സിനകത്തേക്ക് ഇത് ചെറിയ ഷോക്സാണ് കേട്ടോ, ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത ഷോക്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഇതുപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ പേസ്റ്റ് തേച്ച് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് തേച്ച് കൊടുത്ത് നമുക്ക് ഈ ടൈൽസിൻ്റെ ഗ്യാപ്പ്, അതുപോലെ ബാത്റൂം ടൈൽസിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ എത്ര കണ്ട അഴുക്ക് നമ്മൾ ഉരച്ച് കഴിക്കാനും പോകില്ല. അപ്പോൾ ഇതുപോലെ ചെരുപ്പിൽ നമ്മളിതുപോലെ പേസ്റ്റൊക്കെ തടവിയിട്ട് നമ്മൾ ആ ഒരു മുക്കും മൂലയൊക്കെ നമ്മൾ കഴുകി ഈസി ആയിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എത്ര അഴുക്കുണ്ടെങ്കിലും നമ്മുടെ ഈ ടൈൽസിൻ്റെ ഗ്യാപ്പിലൊക്കെ എത്ര അഴുക്കുണ്ടെങ്കിലും നമ്മൾ ഇതുമൂലം നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഈ കിച്ചൻ്റെ ആ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് വാഷ് ചെയ്തിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ബാത്റൂമിൻ്റെ ആ ഒരു ടൈൽസിൻ്റെ ഗ്യാപ്പ്, അതുപോലെ നമ്മുടെ വീട്ടിനകത്തുള്ള ടൈൽസിൻ്റെ രണ്ട് ടൈൽസിൻ്റെ ആ ഒരു ഇടയിലുള്ള ഗ്യാപ്പിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ഷോക്സും ചീർപ്പുണ്ടെങ്കിൽ പേസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലിക്വിഡോ ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കാവുന്നതാണ്. പേസ്റ്റ് ആകുമ്പോൾ കുറേ കൂടെ അഴുക്കൊക്കെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമാണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.